അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ വളരെ പ്രസക്തമായൊരു വിഷയത്തിലാണ് ഡിബേറ്റ് നടത്തുന്നത്. അഥവാ ഇന്തിഫാഉൽ ഇൻസാനി ബി അഅ്ളാഇ ഇൻസാനിൻ ആഖർ ഹയ്യൻ വ മയ്യിതൻ. മനുഷ്യന് മറ്റുള്ളവരുടെ അവയവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? അത് ജീവിതകാലത്താണെങ്കിലും മരിച്ചിട്ടാണെങ്കിലും. ഇന്ന് വ്യാപകമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും മസല ആളുകൾക്ക് സംശയമാണ്. ഇത് നിരുപാധികം പറ്റും എന്നാണോ, അതല്ല വളരെ നിർബന്ധിത സാഹചര്യത്തിൽ പറ്റുമെന്നാണോ? എന്താണ് അതിൻ്റെ ഫിഖ്ഹി വീക്ഷണം? എന്താണ് സൂര്യനിൽ നിന്ന് മഖാസിദിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്തരം ചർച്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരും അവരുടെ സ്റ്റാൻഡ് കൃത്യമായി വിശദീകരിക്കുക, നക്കലുകൾ ഒതൻറ്റിക് സോഴ്സിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ നിലപാട് കൃത്യമായിട്ട് സമർത്ഥിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പം ഇന്ന് ഈ വിഷയത്തിൽ അനുകൂലിച്ച് സംസാരിക്കുന്നത് ഈ വിഭാഗം ആളുകളാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരുടെ പേര്, CAC നമ്പർ ഒന്ന് കൃത്യമായിട്ട് പറയാം. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് സ്വാലിഹ്, CAC നമ്പർ 15164. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മുഹമ്മദ് അർഷദ്, CAC നമ്പർ 16465. എൻ്റെ പേര് മർസൂഖ്, CAC നമ്പർ 13756. എൻ്റെ പേര് ഹിഷാം അലി, CAC നമ്പർ 15292. എൻ്റെ പേര് മുഹമ്മദ് മിൻഹാസ്, CAC നമ്പർ 15378. ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിബേറ്റിലേക്ക് കടക്കുകയാണ്. അനുകൂലിക്കുന്ന ഭാഗം ആദ്യം സംസാരിക്കുക. ആദ്യം ഓരോരുത്തരും ഒരു 3 മിനിറ്റ് വീതം സംസാരിക്കുക. പിന്നെ ഓപ്പൺ ഡിഫൻസ് ആയിരിക്കും. അതിന് ശേഷം പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്യാനുള്ള അല്പസമയം കൂടെ എല്ലാവർക്കും അനുവദിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു നോക്കേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെ മേഖലയിലാണ് അവയവ മാറ്റങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. പ്രധാനമായിട്ടും 4 രീതിയിലാണ് നിലവിൽ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ കരൾ, അതുപോലെ തന്നെ വൃക്ക എന്നിവയൊക്കെ മാറ്റിവെക്കുക. അതുപോലെ തന്നെ രണ്ടാമായിട്ട് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയം, അതുപോലെ വൃക്ക, പാൻക്രിയാസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത അവയവങ്ങൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൈമാറ്റം ചെയ്യുക. മൂന്നാമതായിട്ട് സ്വാഭാവികമായിട്ടുള്ള മരണം, ഹൃദയമരണം സംഭവിച്ച വ്യക്തിയുടെ കോർണിയ, കണ്ണിൻ്റെ കോർണിയ മാറ്റിവെക്കുക. പിന്നെ അതുപോലെ നാലാമതായിട്ട് ഓട്ടോ ട്രാൻസ്പ്ലാന്റ് ആണ്. സ്വന്തം ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് സ്വന്തം ശരീരത്തിൽ തന്നെ അത് വെച്ച് പിടിപ്പിക്കുക. നമുക്ക് ഇസ്ലാം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലക്കത് കറംന ബനി ആദം സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ നാം പരമാവധി നേടിക്കൊടുക്കുകയാണ് വേണ്ടത്. യൂസുഫ് ഖദ്റാവി റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നാം ഐക്യകണ്ഠേന മുന്നിട്ട് ഇറങ്ങേണ്ടതെന്നത്. നമുക്ക് അതുപോലെയുള്ള മറ്റു ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമൻ അഹ്യാഹ കാന്നമ അഹിയന്നാസ് ജമിയ. അതായത് ആരെങ്കിലും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ജീവിപ്പിക്കുകയാണെങ്കിൽ അവൻ മനുഷ്യകുലത്തെ തന്നെ ജീവിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എന്നുള്ള രീതിക്ക് നമുക്ക് എടുത്തു നോക്കിയാൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെയൊക്കെ ഒരുപാട് ആശയങ്ങൾ, ആധുനിക പണ്ഡിതന്മാരായിക്കോട്ടെ, ഒരുപാട് ആശയങ്ങൾ അവർ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിലെ പണ്ഡിത സഭകളൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ അവർ അവയവദാനം ഹലാലാണ് എന്നുള്ള രീതിയിലുള്ള ഫത്വകളൊക്കെ ഇറക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പണ്ഡിതന്മാരും പണ്ഡിത സഭകളുമൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, മറ്റൊരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അനുവദനീയമാണ് എന്നുള്ള ചർച്ച അവരെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പിന്നൊരു
ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇനി വരും ചർച്ചകളിൽ വാദിക്കാം. അസ്സലാമു അലൈക്കും. അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇൻഷാ അള്ളാ, ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയ, അതായത് അവയവദാനം എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണെന്നും നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ആ 4 കാര്യവും എങ്ങനെയൊക്കെയാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത്, ഈ രീതിയിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ വീക്ഷണം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഒന്നാമത്തേത് അള്ളാഹിൻ്റെ ദീന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് ഹെഫ്ലുൻ നഫ്സ്, അതായത് ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഈ ഒരു വശം എടുത്തു നോക്കുകയാൽ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇസ്ലാമിൽ അവയവദാനം പ്രധാനപ്പെട്ടതായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഈ ഒരു എന്താണോ ആ മനുഷ്യന് ആവശ്യമായത് അവയവദാനത്തിലൂടെ അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് അവയവം ദാനം ചെയ്യാം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണമായുള്ളത്. ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ ഇസ്ലാമിൻ ഏത് പറ്റാത്ത കാര്യങ്ങളും ചെയ്യാമെന്നുള്ളത്, അനുവദനീയമായ രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു വീക്ഷണവും ഇസ്ലാമിൻ്റെ രീതിയിലുണ്ട്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫമൻ ഉൽത്തുറ ഗൈറ ബാഇൻ വല ആദ ഫല ഇസ്മ അലൈഹി. അത്യാവശ്യ അവസ്ഥയിൽ ഇസ്ലാമിൽ പാപമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു നോക്കുകയാണെങ്കിൽ അവയവദാനം അനുവദനീയമാണ് എന്ന രീതിയാണ് നമുക്ക് ആകെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാ അള്ളാ നമുക്ക് തുടർ ചർച്ചയിലൂടെ നമുക്ക് ഇൻഷാ അള്ളാ സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവയവദാനം അനുവദനീയമാണെന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ധാരാളം ഹദീസും ഖുർആനൊക്കെ വ്യക്തമാണ്. ഒരു മനുഷ്യ ശരീരം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു മനുഷ്യൻ അവനെ സഹായിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലൊരു പുണ്യകർമ്മമാണ്. അതായത് ഒരു പ്രയാസപ്പെട്ടവനെ സഹായിക്കുന്നത് വളരെയേറെ പുണ്യമുള്ളൊരു കാര്യമാണ്. അവയവദാനം മാറ്റിവെക്കലിനെ കുറിച്ചിട്ട്, അതായത് ഒരു മനുഷ്യന് പ്രയാസമില്ലാത്ത രീതിയിൽ മറ്റൊരാളെ അവൻ്റെ അവയവം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ലാ ലററ വലാ ദിറാറ. ഇബ്നു ഹജർ റളിയല്ലാഹുവിൻ്റെ റിവായത്ത് ചെയ്ത ഹദീസ് കാണാം, മരിച്ചുപോയ ഒരു മനുഷ്യനുണ്ടാകുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് ജാരിയ സദഖ. അതായത് ജാരിയായ സദഖ, അത് ഈ അവയവം ദാനം ചെയ്യലൊരു സദഖയായിട്ട് കൂട്ടും. അപ്പോൾ അതിന് ഏറെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവയവം ദാനം ചെയ്യൽ ഏറെ ഒരാളുടെ പ്രയാസം നീക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാവലും മറ്റാളെ ബുദ്ധിമുട്ടാക്കാത്ത അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാത്ത രീതിയിൽ ആളെ സഹായിക്കുന്നത് നമുക്ക് അനുവദനീയമാണ്. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇന്ന് മാർക്കറ്റിംഗ്
വളരെയധികം സുലഭമായൊരു വിഷയമാണ്. അതായത് അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലയോ എന്നാണ്. പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമല്ല. കാരണം മനുഷ്യനെ പടച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അള്ളാഹുവിനാണ്. പൊതുവെ ഇതൊരു ഇജ്തിഹാദിയായ ഒരു മസ്ഹലയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവയവം ദാനം ചെയ്തതൊന്നും നമുക്ക് പ്രാബല്യത്തിൽ കാണാൻ സാധ്യമായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ബേസ് അവയവദാനം പറ്റൂല എന്നത് തന്നെയാണ്. അള്ളാഹു മനുഷ്യന് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്തിലൊക്കെ നമുക്ക് ക്രയവിക്രയങ്ങൾ നടത്താനുള്ള അവകാശം തന്നിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഓർത്ത് പോവുകയാണ്. ലിഹഞ്ഞൽ ഹുറ ലാ യംലികു നഫ്സഹു ഫലാ യസിഹു ഹൈബത്തുഹു വലാ ബൈഉഹു. ഷാഫി പണ്ഡിതന്മാരിലെ ഫിഖിൽപ്പെട്ട മിൻഹാജു ത്വാലിബീനിലും അതുപോലെ അനഫി മദബിലെ ബഹ്റു റായിക്കിലും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതായിട്ട് സ്വതന്ത്രരായ മനുഷ്യനെ വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അള്ളാഹു പടച്ച ഈ അവയവം എങ്ങനെ നമുക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു നൽകിയ സമ്പത്തിൽ നമുക്ക് ക്രയവിക്രയം നടത്താം. പക്ഷേ അള്ളാഹു നൽകിയ അവയവങ്ങൾ അള്ളാഹുവിൻ്റെ നോട്ടത്തിലാണ് നമ്മുടെ ശരീരവും അവയവങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത് വിൽക്കാനും ദാനം ചെയ്യാനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാകുന്നത്. അതുപോലെ അനഫി മദബിലെ ഒരുപാട് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയവദാനം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഷാഫി മദബിലെ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം അൽബുജൈറമി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് തെളിവാണ് അവയവദാനം പാടില്ല എന്നത്. ഇന്ന് കാലത്ത് നടക്കുന്നത് 3 രൂപങ്ങളിലാണ്. ഒന്ന്, സ്വന്തം അവയവം മുറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നു. മറ്റൊന്ന്, മരിച്ചവൻ്റെ പെട്ടെന്ന് ദാനം ചെയ്യുന്നു ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്ന്, ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് അവയവം മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ അവയവദാനങ്ങളൊന്നും ശരിയല്ല എന്നാണ് കൂടുതലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് 1979 കുവൈത്തിൽ ഫത്വ കമ്മിറ്റി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ മുമ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ന് കേവലം നടക്കുന്നത് അവയവദാനം എന്താണ് ഈ രാജ്യത്ത് വലിയൊരു ബിസിനസ്സായിട്ട് നടക്കുകയാണ്. സ്വന്തം അവയവം വിൽക്കുക. ഇതിനൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത് കസ്റ ഹലമിൽ മയ്യത്തി കസരി ഹയ്യൻ, മരിച്ച വ്യക്തിയുടെ എല്ല് ഒടിക്കുന്നതും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒടിക്കുന്നത് പോലെയാണ്. കൂടുതലായി ചർച്ചയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സംവാദത്തിലേക്ക് മൈക്ക് കൈമാറാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവയവദാനം അനുവദനീയമാണോ അല്ലയോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമായി കൊണ്ട് തന്നെ അവയവദാനത്തെ നമുക്ക് കാണുന്നുണ്ട്, അവയവദാനം ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരം എന്നത് അള്ളാഹുവിൻ്റെ ഒരു അമാനത്താണ് മനുഷ്യ ശരീരം എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ തന്നെ അത് വളരെ പവിത്രതയുള്ളതും അതിനെ നല്ല രീതിയിൽ നോക്കിക്കാണേണ്ടതുമുണ്ട്. അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. ഇത്തരത്തിലാണ് അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. നമ്മൾ സ്വയം തന്നെ നമ്മെ നശിപ്പിക്കരുത് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു
അവയവദാനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മരണാനന്തരമുള്ള അവയവദാനം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ മരണാനന്തരവും ഒരു മരിച്ച ശരീരത്തിൻ്റെ അസ്ഥി പൊട്ടിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്നതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത് അതുപോലെയാണെന്നാണ്. അപ്പോൾ അത്രത്തോളം പവിത്രമാക്കപ്പെട്ട ഒരു ശരീരമാണ് മനുഷ്യ ശരീരം എന്നുള്ളത്. അതുപോലെ തന്നെ ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ പറയുന്നുണ്ട്, ഒരു മാന്യതയുള്ള വ്യക്തിയിൽ നിന്ന് അവയവം മുറിക്കൽ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് എന്ന്. അത് ഒരു ഇമാമിങ്ങളും എതിർത്തിട്ടില്ല, അഥവാ അതിനെക്കുറിച്ച് പോസിറ്റീവായി അനുവദനീയമാണ് എന്ന് സംസാരിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പൂർണ്ണമായി പറയാം, അവയവദാനം എന്നുള്ളത് നിരോധിക്കപ്പെട്ടതാണ് ഇസ്ലാമിൽ എന്ന് തന്നെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് ചർച്ചയിലോട്ട്. ഇവിടെ സുഹൃത്ത് ആമുഖമായിട്ട് പറയുകയുണ്ടായി, മനുഷ്യ അവയവം അള്ളാഹുവിൻ്റേതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കണം. നമുക്ക് ഷാഫി മദ്ഹബിലെ ഇമാം ഷിർവാണി എന്നിവരുടെ തൻ്റെ ഹാശിയയിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന് പട്ടിണി കടന്ന്, അതായത് ആ നാട്ടിൽ മൃഗങ്ങളൊന്നുമില്ല, മറ്റു ഭക്ഷണങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ മനുഷ്യരുടെ മാംസം, ഹറാമായിട്ടുള്ള മരിച്ച മനുഷ്യൻ്റെ മാംസം എടുത്ത് കഴിക്കാമെന്നുള്ള രീതിയിലുള്ള ഫത്വ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് മസലകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പുറമെ മോയിനിൽ പറയുന്നുണ്ട്, 4-ാം വോളിയത്തിലെ പേജ് 310 പറയുന്നുണ്ട്, നബിമാർക്ക് ഇപ്പോൾ ഖിളിർ അലൈഹിസ്സലാം അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം എന്നിവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഈ ഒരു കാലത്ത് അവയവം ആവശ്യമായി വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് ദാനം ചെയ്യാമെന്നുള്ള രീതിയിൽ മോയിനിൽ പറയുന്നുണ്ട്. മാത്രമല്ല തുഹഫയിൽ 9-ാം വാള്യത്തിൽ പേജ് 399 പറയുന്നുണ്ട്, അതായത് ദമുൽ മുഹ്സർ, അതായത് ഇസ്ലാമിൽ ഒരുപാട് വ്യക്തികളുടെ രക്തത്തിന് വില കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ വിവാഹത്തിന് ശേഷം ലൈംഗിക ബന്ധം വ്യഭിചരിച്ച് നടക്കുന്നവർ, അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ, ഇങ്ങനെ ഒരുപാട് രക്തത്തിന് വിലയില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ ഓർഗാൻസ് നമുക്ക് എടുക്കാമെന്നും തോഫയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പിന്നീട് ഈ പറയുന്നത്? കാരണം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന് പ്രയാസപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുത്ത്, പ്രത്യേകിച്ച് അവയവം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഇവിടെ സുഹൃത്ത് പറയുകയുണ്ടായി, ഇവിടെ ഹദീസ് പോലുമുണ്ട്, ജാരിയായിട്ടുള്ള സ്വതക്കയാണ്. അത്തരത്തിൽ തനിക്കും അദ്ദേഹം ഇനി നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മയിൽ നിന്നൊരു വിഹിതവും തനിക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു നല്ലൊരു കാര്യത്തെ താങ്കൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അതിൻ്റെ യുക്തി എന്താണ്? പിന്നെ താങ്കൾ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി അള്ളാഹു ബഹുമാനിച്ച വസ്തു. അപ്പോൾ ഇതും ഒരുപാട് മസലകളല്ലേ സമാനമായിട്ടുള്ള ഈ മരിച്ച മയ്യത്തിൻ്റെ മരിച്ച മനുഷ്യനെ ഭക്ഷിക്കാം എന്നൊക്കെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മസ്ലഹത്ത് എന്നുള്ള രീതിയിലാണ്. താങ്കളുടെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യത്തെ നിരാകരിക്കുന്നത്? അതിൻ്റെ യുക്തിസഹം എന്താണ്? നിങ്ങളുടെ ചോദ്യം കാലത്തിന് വളരെയധികം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ചോദ്യമാണ്. കൃത്യമായും ഞാൻ ആദ്യം തന്നെ ഫുഖാക്കൾ രേഖപ്പെടുത്തിയ മിൻഹാജുൽ താലിബിൽ പറഞ്ഞ ഒരു ഫിഖ് മസല ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. മനുഷ്യൻ്റെ മിൽക്ക് അള്ളാഹുവിനാണ്. പക്ഷേ അള്ളാഹു നൽകുന്ന മറ്റ് സമ്പത്തൊക്കെ നമുക്ക് ക്രയവിക്രയം നടത്താം. പക്ഷേ മനുഷ്യൻ്റെ മിൽക്ക് അള്ളാഹു ക്രയവിക്രയം നടത്താൻ പാടില്ല എന്നുള്ളത് ഒരു ഹദീസ് തന്നെ നമുക്ക് ഫുഖാക്കൾ രേഖപ്പെടുത്തിയ കാണാം. അതും ഷാഫി മദ്ഹബിലെ ഫുഖാക്കൾ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഹനഫി മദ്ഹബിലെ ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റ് അനവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ആസ്പദമാക്കി തന്നെ നമുക്ക് ഒരു ഹദീസ് കാണാം. ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും.
ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസർ അലമിൽ മയ്യത്തി കഗസിരി ഹയ്യൻ, മരിച്ച വ്യക്തിയുടെ എല്ലൊടിക്കുന്നത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ഒടിക്കുന്നത് പോലെ. മരിച്ച വ്യക്തിയുടെ എല്ലൊടിക്കുന്നത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതുപോലെ. അപ്പോൾ മരിച്ച മയ്യത്തിൻ്റെ അവയവം പോലും എടുക്കാൻ പാടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്രയും വളരെ വ്യക്തമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അവയവം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, വലക്കത് കറംന ബനി ആദം. അള്ളാഹു മനുഷ്യരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വസ്തുവിനെ നമ്മൾ എങ്ങനെ വികൃതമാക്കും? അത് അള്ളാഹുവിൻ്റെ മിൽക്കിലുള്ള ഒരു സാധനം നമ്മൾ എങ്ങനെ മുറിച്ച് മാറ്റി മറ്റുള്ളവരിലേക്ക് കൈമാറും? നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്കൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കാൻ തോന്നുകയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം അവയവം മറ്റുള്ളവർക്ക് കൊടുത്തു, പിന്നീട് അദ്ദേഹത്തിന് ആവശ്യമായാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് മാർക്കറ്റിങ്ങൊക്കെ കാരണം കൊണ്ടായിരിക്കാം മുൻകാലങ്ങളിൽ അള്ളാഹും റസൂലും ഹദീസുകളിലും, ഇപ്പോൾ ഈ ആയിഷ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് മരിച്ച മയ്യത്തിൻ്റെ പോലും അവയവം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അള്ളാഹു നൽകിയ രൂപത്തിൽ നാം ചായം പൂശുകയോ എല്ലിൽ ഏച്ചു കൂട്ടുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള വേറെ ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മളൊരു ചായം പൂശുന്നത് പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, മറിച്ച് നമ്മുടെ അവയവം മുറിച്ച് മാറ്റി കൊടുക്കുമ്പോൾ എന്താണ് ഇതിലൊക്കെ മനസ്സിലാകുന്നത്? നമുക്ക് നിരവധി ഹദീസുകൾ കാണാം. ഇപ്പോൾ അനഫി മദഹബിലെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഫലാ യജൂസുൽ ഇൻതിഫാഉ ലിബിശൈഇൻ മിൻ അജ്സാഹി കളുഫ്രിഹി വശഹ്രിഹി വഅൽമിഹി ലികറാമതിഹി ലിഅന്ന കസ്റു അൽമിൽ മയ്യതി കകസ്രി ഹയ്യൻ. മരിച്ചവൻ്റെ അസ്ഥി പൊട്ടിക്കുന്നത് പോലും അവൻ ജീവിച്ചിരിക്കുമ്പോൾ പൊട്ടിക്കുന്നതിന് തുല്യമാണ്. ഷാഫി മദഹബിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് അതേ ഭാഗം പോലെ അനഫി മദഹബ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നത്, അതുകൊണ്ട് അവൻ്റെ നഖം, മുടി, അസ്ഥി എന്നിവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ മനുഷ്യന്മാർ ഒഴിവാക്കുന്ന നഖം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അനഫി മദഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഈ നഖം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, അവയവം നഖം ഒരു വേസ്റ്റാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് എങ്ങനെ മറ്റു ഉപയോഗിക്കാൻ കഴിയും? അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഹദീസുകളിൽ തന്നെ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവയവം ദാനം പറ്റില്ല, അതിൻ്റെ മിൽക്ക് പൂർണ്ണമായും അള്ളാഹുവിനാണ് എന്നുള്ളത്. ഈ പണ്ഡിതന്മാർ ഫുഖാകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ. വളരെയധികം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ മറിച്ച് അവയവദാനം ചെയ്യാൻ പാടുണ്ടെന്ന് നാം എവിടെയും പ്രാബല്യത്തിൽ കാണാൻ സാധ്യമായിട്ടില്ല. നമുക്ക് ഇസ്ലാമിൻ്റെ ചരിത്ര താളുകളിൽ എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ ആദ്യം തവാഫുകൾ ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിട്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ആ തവാഫ് കുതിരയിലൂടെ അല്ലെങ്കിൽ കുതിരക്ക് പുറത്ത് അല്ലെങ്കിൽ കഴുതക്ക് പുറത്തൊക്കെ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ വൈദ്യശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് ഒരു 15-ാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള ഒരു ശാസ്ത്ര മെത്തേഡ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ട് പ്രതീക്ഷ വഹിക്കാവുന്ന രീതിയിലുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, വൈദ്യശാസ്ത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തിയെ ഒരു ജീവിതത്തിലേക്ക് നയിക്കാവുന്ന എല്ലാ കാര്യങ്ങളും പുതിയ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എന്നാൽ റിജിഡിറ്റി അല്ല, അവിടെ ഫ്ലെക്സിബിളാണ്. ഇസ്ലാമിക് കർമ്മശാസ്ത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു വാദമുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന്. പണത്തിന് വേണ്ടിയിട്ട്, പണത്തിന് കൊടുക്കൽ ഹറാമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. പണത്തിന് വേണ്ടി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഹിബത്തായിട്ട് നൽകാനാണെങ്കിൽ അതിന് മാത്രമാണ് ഇസ്ലാമിൽ അനുവദനീയമായത് എന്നതാണ് ഞങ്ങളുടെ പക്ഷം. മാത്രമല്ല, നിങ്ങളൊന്ന് പറഞ്ഞ് ഒരു അവയവം കൊടുത്തതിന് ശേഷം വീണ്ടും ആവശ്യമായി വന്നാൽ നമ്മൾ ഹിബത്തായി കൊടുത്ത ഒരു വസ്തു, ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൽ ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് സമ്മാനമായിട്ടൊക്കെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമായി വരും എന്നുള്ളത്
അത് ലോജിക്കിൻ്റെ കാര്യമല്ല. കാരണം തനിക്ക് ആവശ്യമുള്ളൊരു വസ്തു അങ്ങോട്ട് തന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ചാരിറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ഇസ്ലാമിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കുന്നത് എന്തൊക്കെയാണ്? വൃക്ക, അതുപോലെ തന്നെ കരൾ. ഈ രണ്ടും, വൃക്ക എന്നുള്ളത് 2 വൃക്കയിൽ ഒന്നാണ് കൊടുക്കാൻ പറ്റുക. മറ്റൊരു വൃക്ക അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഒരു വൃക്ക പോകുന്നതോടുകൂടി സയൻറ്റിഫിക്കലി അതിൻ്റെ വശം എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റൊരു വൃക്ക അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്. കേവലം 50% ആണ് അതിൻ്റെ വർക്കിംഗ് എങ്കിൽ, 2 വൃക്കയുണ്ടാകുമ്പോൾ ഒന്നിൻ്റെ 50% ആണെങ്കിൽ മറ്റൊരു വൃക്ക പോകുന്നതോടുകൂടി ഇത് 75ഉം അതിന് മുകളിലുമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതും സയൻറ്റിഫിക് മെത്തേഡാണ്. മാത്രമല്ല കരളിൻ്റെ പ്രവർത്തനം എന്നുള്ളത് അത് വീണ്ടും വളരുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ശരീരത്തിൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യപ്പെടുന്ന അവയവങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഈ പറയുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വളരെ റിജിഡായിട്ട് കാണുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഈജിപ്തിലെ ആണെങ്കിലും മറ്റു സൗദിയിലെ ആണെങ്കിലും ഒരുപാട് പണ്ഡിത സഭകൾ, ഇപ്പോൾ ഈജിപ്തിലേക്ക് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ദാറുൽ ഇഫ്ത അവർ ഫത്വ കൊടുക്കുന്നത് തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക്, മറ്റൊരു മുസ്ലിമിന് സഹായമാകുന്ന അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിന് അവനെ ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷവാനായി തീർക്കുന്ന രീതിയിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുകളാണ്. അതിനൊരു തരത്തിലും നമുക്ക് വിരോധിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു വ്യക്തിക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്, എതിർക്കുകയല്ലല്ലോ. പ്രിയ സുഹൃത്തെ, എനിക്ക് പറയാനുള്ളത്, സമ്പത്ത് എന്നുള്ളത് പോയാലും തിരിച്ചെടുക്കാൻ കഴിയും. എന്നാൽ മനുഷ്യ ശരീരം അങ്ങനെയല്ല, തിരിച്ചെടുക്കാൻ കഴിയൂല. നിങ്ങൾ പറയുന്ന കരളൊക്കെ ബ്ലഡൊക്കെ ഇത് രണ്ടും പിന്നീട് വളരുന്നതാണ്. മറ്റുള്ള ശരീരഭാഗങ്ങളൊന്നും അങ്ങനെ വളരൂല. ഈ ഡൊണേഷൻ സമയത്ത് അഥവാ ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ സർജറി, ഈ കരൾ എന്നതുള്ളത് തീർച്ചയായും ഒരു അവയവമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് വളരുന്നതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അനുവദിക്കുന്നുണ്ടോ ഇല്ലേ പറഞ്ഞിട്ടില്ല. നമ്മൾ പൂർണ്ണമായും അനുവദിക്കുന്നില്ല എന്ന് തന്നെ നമ്മുടെ വാദം. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അള്ളാഹു താല നൽകുന്നുണ്ടെങ്കിൽ പിന്നെ അവനക്ക് ദാനം ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പൊതുവെയുള്ള മനുഷ്യനെ ചിന്തിക്കെന്താ, ഒരു ഡൊണേഷൻ സമയത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. ഒരു ചെറിയ പിഴവ് മതി സ്വന്തം ശരീരം പോലും നഷ്ടപ്പെടാനാവും, ജീവൻ പോലും നഷ്ടപ്പെടും. അത്തരമൊരു വലിയൊരു സർജറിക്ക് എന്തിനു വേണം നമ്മൾ സ്വയം അതിലോട്ട് പോയി ചാടേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അവയവം വിൽക്കാനല്ല, അവയവം ദാനം ചെയ്യലാണ്. അപ്പോൾ ഈ 4 കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അതായത് ഒന്ന്, ഈ വ്യക്തിയുടെ സമ്മതം ചോദിക്കുകയാണ്. നമുക്ക് ആ വ്യക്തി പൂർണ്ണമായി സമ്മതം കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവയവ ദാനം ചെയ്യുന്നത്. ആ വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിൽ അവൻ്റെ അവയവം ദാനം ചെയ്യൂലല്ലോ. ആ വ്യക്തിയുടെ പൂർണ്ണമായ ഒരു സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവയവം ദാനം ചെയ്യുന്നത്. പിന്നെ ഒന്ന് പറയുന്നത്, അവൻ്റെ ശരീരത്തിന് നമ്മൾ കേടുപാട് വരുന്ന രീതിയിൽ മറ്റൊരാൾക്ക് ദാനം ചെയ്യൂലല്ലോ. ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിന് കേട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരഭാഗങ്ങൾ അവൻ ദാനം ചെയ്യൂല. നേരത്തെ സുഹൃത്ത് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഈ സർജറിക്ക് സമയത്ത്. ഇന്നത്തെ ഈ കാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാതെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സർജറി അടുത്തുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഈ ഒരു അവയവമാറ്റത്തിന്, ദാനത്തിനൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത്? പണ്ഡിതന്മാരും ഫുഖാക്കളും ആദ്യമേ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നതാണ് സുഹൃത്ത് പറഞ്ഞത്. ചില അവയവം, ചിലല്ല, 1-2 അവയവം, കരള് വളരും, മുടി വളരും, നഖം വളരും, രക്തം വരും. പക്ഷേ അത് ദാനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഫുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പണ്ഡിതന്മാർ
റസൂലിൻ്റെ ഹദീസായി അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ആദ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, അവയവം ദാനം ചെയ്യാൻ പറ്റും, വിൽപ്പന നടത്തുന്നില്ലല്ലോ. ആദ്യം ഒരു ദാനമായി മാറും, പിന്നീട് അത് ഒരു വിൽപ്പനയിലേക്ക് കടക്കും, പിന്നീട് അതിന് ശേഷം ആദ്യം ദാനമാകും, പിന്നീട് വിൽപ്പനയാകും, പിന്നീട് ബിസിനസ് ആകും, പിന്നെ മാർക്കറ്റിംഗ് ആയി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തൊക്കെ എന്താ നടക്കുന്നത്? ഒരു ദാനമായി നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ വാസ്തവം. ഇന്ന് ഒരു ലോകത്ത് നടക്കുന്നതല്ല, ചർച്ചാ വിഷയം ലോകത്ത് നടക്കുന്നതല്ല. ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിന്റെ പേഴ്സ്പെക്റ്റീവിൽ അവയവദാനം ഹലാലാകുന്നത് സ്വന്തം സമ്മതപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് വില വാങ്ങിക്കാതെയാണ്. ഇനി ആ കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് അവർ സന്തോഷ സൂചകമായിട്ട് എന്തെങ്കിലും തന്നാൽ അത് മേടിക്കുന്നത് കൊണ്ട് തടസ്സമില്ല എന്നുള്ളത് ഖദ്റാവി പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് വില പേശലോ വില കയറ്റമോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ ഒന്നുമല്ല. ഞങ്ങളിവിടെ പറയുന്നത് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബാക്കളൊക്കെ ഇപ്പോൾ ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, സ്വഹാബാക്കൾ 3 പേര് അവിടെ മരണത്തിനോട് മല്ലിട്ട് കിടക്കുമ്പോൾ തനിക്ക് കിട്ടിയ വെള്ളം എനിക്കല്ല എൻ്റെ സഹോദരനാണ് അത് കൂടുതൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം കൈമാറുകയാണ്. അങ്ങനെ 3 പേരും വെള്ളം കുടിക്കാതെ അവസാനം ഷഹീദാവുകയാണ്. ഇതെല്ലാം നമുക്ക് സൂചിപ്പിച്ച് തരുന്ന ഒരുപാട് വലിയ മൂല്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് വലിയ മൂല്യങ്ങളുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള തൻ്റെ സഹജീവിയായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രയാസപ്പെടാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അത് തീർത്തും സൗജന്യമായിട്ടാണ് ഇസ്ലാമിൽ അനുവദനീയം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ലോകത്ത് ഒരുപാട് ഹറാമുകളും അല്ലെങ്കിൽ മറ്റൊരുപാട് തിന്മകളും നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ചർച്ചാ വിഷയമല്ല. ഇസ്ലാമിൽ ഹലാലായിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അത് തീർത്തും ഒരു വ്യക്തി സൗജന്യമായിട്ട് മറ്റൊരു വ്യക്തിക്ക് നൽകുന്നത് മാത്രമാണ്, അല്ലാത്തൊക്കെ ഹറാമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് ഹദീസുകളും ഫുഖഹാക്കളും പറയുന്നുണ്ട് അവയവദാനം പൂർണ്ണമായും ഹറാമാണ്. മരിച്ച മയ്യത്തിൻ്റെ അവയവം പോലും ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, മരിച്ച മയ്യത്തിന് വരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഹദീസ് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും, ജീവിച്ചിരിക്കുന്നതിൻ്റെ അവയവം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നത്. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാര്യം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ പറയാനുള്ളത്, കാലത്തിനനുസരിച്ച് ഹലാൽ ഹറാമാവുകയും ഹറാം ഹലാലാവുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു ലോജിക്കാണല്ലോ. മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവയവദാനം മറ്റ് സമ്പത്ത് ക്രയവിക്രയം നടത്തുന്നത് പോലെയല്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, മനുഷ്യൻ്റെ ഉടമസ്ഥത, മനുഷ്യൻ്റെ മിൽക്ക് അള്ളാഹുവിനാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹദീസോ ഇബാറത്തോ തെളിയിക്കാൻ ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതാണ്. പൂർണ്ണമായിട്ടും എന്താ പറയുക, ഷാഫി മദഹബിൽ മാത്രമല്ല അനഫി മദഹബിലെ ഫുഖാക്കൾ രേഖപ്പെടുത്തിയത് വരെ പറഞ്ഞു. ഇനി ഷാഫി മദഹബിലെ ഇമാം ഹത്തീബ് അഷർബീനിയുടെ മുഹനിൽ മുത്താജിർ പറയുന്നുണ്ട്, അൽ ആദമിയു യഹ്റുമുൽ ഇന്തിഖാബിഹി വബിസ്സാഹിരി അജ്സാഹി ലി കറാമതിഹി. മനുഷ്യനെയും അവൻ്റെ ശരീരഭാഗങ്ങളെയും വിൽക്കാനോ മറ്റു പ്രയോജനപ്പെടുത്തലോ നിഷിദ്ധമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവയവദാനം ഹറാമാണ് എന്നുള്ളതാണ്. കാരണം എന്താ, അവയവദാനം മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. മനുഷ്യൻ്റെ മിൽക്ക് പൂർണ്ണമായും അള്ളാഹുവിനാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇമാം അൽ ബുജൈറമീർ അള്ളാഹു പറയുന്നത് കാണാം, അശ്വത്തുൽ ബുജൈറമീൽ പറയുന്നുണ്ട് കാണാം, മറ്റൊരാളെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ശരീരഭാഗം മുറിക്കൽ അനുവദനീയമല്ല. കാരണം അത് ഒരു ഭാഗം നശിപ്പിച്ച് പൂർണ്ണ ശരീരം സംരക്ഷിക്കലാണ്. ഒരാളെ ഈ ജീവന് നശിപ്പിച്ച് മറ്റൊരു ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം എവിടെയും കൽപ്പിക്കുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞുവല്ലോ പിന്നീട് അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ അള്ളാഹുവിൻ്റെ മിൽക്കിലുള്ള സാധനങ്ങൾ പിന്നീട് ആവശ്യമാണോ അല്ലയോ എന്നുള്ള ചോദ്യം, നമുക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കൈമാറാം. സുഹൃത്ത് പറഞ്ഞത് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, നേരത്തെ സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയത്. സമ്പത്ത് നമ്മൾ കൊടുത്താൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും, നമ്മൾ അധ്വാനിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ അവയവം അങ്ങനെയല്ല. ഇന്ന് അവയവദാനത്തിൽ നടക്കുന്നതാണ്. നമുക്ക് കുറച്ച് മുമ്പ് പത്രങ്ങളിൽ കണ്ടതാണ്, ഒരാൾക്ക് പ്രയാസം നേരിട്ടപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം കിഡ്നി വിറ്റുകൊണ്ട് ആ പണം കൊണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ മാർക്കറ്റിങ്ങുകൾ, വിൽപ്പനകൾ നടക്കുന്നു. ഇതിനാണ് കാലങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ട് ഹദീസ് കാണാം, റസൂൽ പറഞ്ഞതായിട്ട് മരിച്ച മയ്യത്തിൻ്റെ അവയവം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും
പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ റിപ്പോർട്ടുകൾ കാണാം. പിന്നെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇങ്ങനൊരു ചരിത്രം നടന്നതായി ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങൾ ഗവേഷണം ചെയ്തതിലും ഞങ്ങൾക്ക് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. സുഹൃത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാം എന്നും എക്കാലത്തെയും ഇസ്ലാം ലളിതമാണ്. അള്ളാഹു താല സൂറത്തുൽ മാഇദയിലൂടെ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നവൻ മുഴുവൻ മനുഷ്യരാശിയെ രക്ഷിച്ചതുപോലെയാണെന്ന്. ഈ ഒരു ആയത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണോ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളത് ആ രീതിയിലൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് അള്ളാഹു താല പറഞ്ഞു വെക്കുന്നത്. വതആവനു അലൽ ബിർരി, നിങ്ങൾ പുണ്യത്തിൽ ധർമ്മനിഷ്ഠയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്നാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂസുഫുൽ ഖർളാവി എന്നവർ അദ്ദേഹം ഇസ്ലാമിൻ്റെ പണ്ഡിതനായ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, വൃക്കരോഗം പോലെ ഒരാൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനക്ക് വൃക്ക ദാനം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് ഇസ്ലാമിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രവും അതുപോലെ ഖുർആനിക ആയത്തുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പക്ഷേ ഏതൊരു മനുഷ്യനെയും സഹായിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ സഹായിക്കൂ എന്നാണ് ഇസ്ലാമിൻ്റെ രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് കാണാമല്ലോ, വലാ തുൽക്കൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് വലിച്ചെറിയരുത്. ഇതെന്നൊക്കെ മനസ്സിലാവുന്നത് ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിൻ്റെ ആശയത്തിലേക്കാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അവയവം മറ്റുള്ളവർക്ക് കൊടുത്തു, പിന്നീട് നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് അപ്പോഴും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വലാ തുൽക്കൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാവും. നമ്മൾ അവയവം കൊടുത്താൽ പിന്നീട് നമുക്ക് ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അപ്പോഴും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ. ഇതിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കാൻ സാധിക്കുന്ന അവയവം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 2 അവയവങ്ങളാണ്. ഒന്ന് വൃക്ക, 2 കരൾ. ഈ 2 അവയവങ്ങളും ഇതിൽ വൃക്കയാണെങ്കിൽ വീണ്ടും വളരുന്ന ഒരവയവമാണ്. കിഡ്നി ആണെങ്കിൽ അത് വീണ്ടും വലുതാകുന്ന ഒന്ന് മാത്രമാണെങ്കിലും വീണ്ടും അതിൻ്റെ ഫങ്ഷൻസ് ഒരുപാട് ഉൾക്കൊണ്ടുകൊണ്ട് വലുതാകുന്ന രീതിയിലാണ് ഒരുപാട് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ബ്ലഡ് ആണെങ്കിലും ബ്ലഡിലെ പ്ലേറ്റ്ലേറ്റുകളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കൊടുക്കൽ ജായിസാക്കുന്നത്, അനുവദനീയമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മോഡേൺ മെഡിസിനിൽ നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് കോംപ്ലിക്കേഷനുകളില്ലാതെ ജീവൻ ഹാനി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്കുണ്ട്, ഒരുപാട് തെളിവുകളുമുണ്ട്, അത്രത്തോളം വളർന്നിട്ടുമുണ്ട് വൈദ്യശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറമുള്ള അവയവങ്ങൾ, ഹൃദയമാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ്റെ ഹൃദയം എടുക്കാൻ പാടില്ല, ഹൃദയം നിലച്ചാൽ മരണപ്പെട്ടു പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ഫങ്ഷൻസ് എന്നുള്ളത് ഇതിൽ നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ചുരുങ്ങിയ അവയവങ്ങൾ മാത്രമാണ് ഇപ്പോൾ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉലമാക്കളൊക്കെ അനുവദനീയമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പുറമെയുള്ളതൊന്നും അനുവദനീയമാക്കിയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അവയവദാനം ഹലാലാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഹലാലാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാമെന്നുള്ളതല്ല. അതിന് കുറേ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലെ ഒരുപാട് പണ്ഡിതന്മാരും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ കീഴിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനത്തിലാണ് ഈജിപ്തിലെ ദാറുൽ ഇഫ്ത എന്ന പണ്ഡിത സഭ അവർ ഫത്വ നൽകിയിട്ടുള്ളത്. കേവലം ഒരു മനുഷ്യൻ്റെ നന്മക്ക് എന്ത് അവയവം ദാനം ചെയ്യാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ചെയ്യാൻ പാടുള്ളതുമല്ല, ഈ വിൽപ്പനച്ചരക്ക് ആക്കാനും പാടുള്ളതല്ല. ഇതെല്ലാമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ അവയവം ദാനം ഹലാലാകുന്ന രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കേണ്ടതുന്നത് അവൻ്റെ വീണ്ടും വളർന്നു വരുന്നപ്പോൾ തൊലി നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം അത് വീണ്ടും അവിടെ റീജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല ഈ കിഡ്നി നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഹലാലായിട്ടുള്ളത്. ഇതിനപ്പുറം ഒരു മനുഷ്യന് തന്നെ അത് തൻ്റെ സ്വയം ജീവന് ഭീഷണിയാണെന്ന് ഡോക്ടർമാരോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമോ വിധി എഴുതുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് തന്നെയാണ് ഈ ഫത്വ ഹലാലാക്കിയിട്ടുള്ള, അവയവദാനം ഹലാലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 40 മിനിറ്റായി. ഇനി 10 മിനിറ്റാണ് ബാക്കിയുള്ളത്. 2 മിനിറ്റ് വീതം ഓരോരുത്തർ തുടങ്ങി. നമ്മുടെ 2 മിനിറ്റ് കേട്ടോ.
ചർച്ചകളൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഖുർആനിലേക്കാണ്, പിന്നീട് ഹദീസിലോട്ട്, പിന്നെ നമുക്ക് ഫിഖ്ഹ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആമുഖത്തിൽ ഉദ്ധരിച്ച അതേ ഈ ആയത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നത്. അതിൻ്റെ ആശയം ഇത്തരത്തിലാണ്: നമ്മൾ സ്വന്തം ശരീരം അപകടത്തിലേക്ക് എത്തിക്കരുത് എന്നതാണ്. ആ രീതിയിലാണ് തുടങ്ങി. ഫിഖ്ഹിലും അത്തരത്തിൽ കാണാം, സ്വന്തം ശരീരം നശിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ബോഡിയിലെ എല്ല് പൊട്ടി അവിടെ തന്നെ അത്തരത്തിലൊന്നും പ്രശ്നമില്ല. ഡൊണേഷൻ സമയത്തുള്ള മറ്റുള്ള ആൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഫിഖ്ഹിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇത്തരത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും ഇതൊരു ചർച്ചയിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, വളരെ വലിയൊരു അപകടം നിറഞ്ഞൊരു സർജറിയാണ് ഇത്തരം ഡൊണേഷൻ സമയത്തുള്ള സർജറി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതൊരു നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം, ഒരു പ്രവൃത്തി തന്നെയാണ് ഈ ഡൊണേഷൻ എന്നുള്ളത്, അവയവദാനം എന്നുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതലായും ഒന്നും പോകുന്നില്ല, ഇതുവരെ പറഞ്ഞതിൽ തന്നെ ഊന്നി പറയുകയാണ്. ആദ്യം പൂർണ്ണമായും എൻ്റെ സഹസംവാദകർക്ക് അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് ഇതുവരെ തെളിയിക്കാനോ അതിനൊരു ഹദീസ് രേഖപ്പെടുത്താനോ ഒരു ആയത്ത് രേഖപ്പെടുത്താനോ ഒന്നും സാധ്യമായിട്ടില്ല എന്നതാണ്. വളഞ്ഞു മൂക്ക് പിടിക്കുന്ന അതുപോലെയാണ് ഇത് നടന്നിട്ടുള്ളത്. നമ്മൾ പൂർണ്ണമായും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ രേഖപ്പെടുത്തി, പണ്ഡിതന്മാരുടെ ഹദീസ്, മദ്ഹബിലെ ഇമാമുകളിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാം രേഖപ്പെടുത്തി. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പൂർണ്ണമായും മനുഷ്യൻ്റെ മിൽക്ക് അള്ളാഹുവിനാണ്, അള്ളാഹുവല്ലാതെ മറ്റാർക്കും മനുഷ്യൻ്റെ മിൽക്ക് ഇല്ല, മറിച്ച് സമ്പത്തൊക്കെ നമുക്ക് അതിൽ ക്രയവിക്രയം നടത്താം എന്നുള്ളതും ആയിഷ റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടുണ്ട്. മരിച്ച മയ്യത്തിൻ്റെ അവയവം പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പറയുന്നുണ്ട്, മനുഷ്യ അവയവങ്ങളെ മനുഷ്യ ശരീരത്തെ വികൃതമാക്കരുത് എന്നുള്ളതും. പിന്നെ ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നഖം, മുടി, അസ്ഥി എന്നുള്ളത് പോലും അങ്ങനെ ഒന്നും ഒരു അവയവവും ദാനം ചെയ്യാൻ പാടില്ല എന്നതാണ്. നമ്മൾ ദാനം ചെയ്യേണ്ടത് നമുക്ക് മിൽക്കുള്ള സാധനങ്ങൾ മാത്രമാണ് ദാനം ചെയ്യേണ്ടത് എന്നുള്ളതും, ഈ അവയവദാനം പൂർണ്ണമായും ദാനം ചെയ്യൽ ഹറാമാണ് എന്നുള്ളത് ഊന്നി പറയുകയാണ്. ഇന്ന് അവയവത്തിൽ എന്താ നടക്കുന്നത്? വെറും മാർക്കറ്റിംഗ് ബിസിനസ്സുകൾ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം കാലങ്ങൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലും സഹാബത്തും പറഞ്ഞത്. റസൂലിൻ്റെ കാലത്തില്ലാത്ത ഒരു കാര്യമാണ്. പൂർണ്ണമായും ഇതൊരു ഇജ്തിഹാദിയായ മസ്ഹലയാണ്, കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഈ കാലത്തിന് അനിവാര്യമായ ഒരു വിഷയമാണ്. ഇതിൽ കൂടുതൽ ഊന്നി പറയുകയാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും പൂർണ്ണമായും ഉത്തരം തരാൻ സാധ്യമായിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഊന്നി പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അവയവം ദാനം ചെയ്താൽ പിന്നീട് അദ്ദേഹത്തിന് ആവശ്യം വന്നാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിച്ചു. അതൊന്നും പൂർണ്ണമായും ഉത്തരം പ്രതിപാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുപോലെ മനുഷ്യനെ തന്നെ നാശത്തിലേക്ക് നയിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞങ്ങൾ സൂചിപ്പിച്ചു. അതുപോലെ മനുഷ്യനെ അള്ളാഹു ആദരിക്കുന്നുണ്ട്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ മിൽക്കിലുള്ള വസ്തു ആയതുകൊണ്ട് അള്ളാഹു പൂർണ്ണമായി ആദരിക്കുന്നു. അതിന് എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പഠിച്ചത് അനുസരിച്ച് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും നാഥൻ തുണക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും അവയവദാനം അനുവദനീയമല്ല ദാനം ചെയ്യൽ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹദീസിൻ്റെയും ആയത്തുകളുടെയും പശ്ചാത്തലത്തിൽ. ഇവിടെ ആവർത്തിക്കുകയാണ്, ഞങ്ങൾ പറഞ്ഞ വാദത്തിൽ തന്നെ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തുകയാണ് വേണ്ടത്. അവയവം വിൽപ്പനയല്ല, അവയവദാനം അനുവദനീയമാണ്. അവയവ വിൽപ്പനയാണ് ഹറാമ്. അതായത് അവയവ വിൽപ്പനയ്ക്ക് കുറച്ച് ഇതുണ്ട്, കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഒന്ന്, ആ വ്യക്തിയോടൊരു സമ്മതം. മറ്റൊന്ന് മറ്റൊരാളെ ആവശ്യകത അവനെ സഹായിക്കുക എന്നുള്ളത്. വമൻ അഹിയൻ നാസ ഫകന്നമാ അഹിയൻ നാസു ജമിയ. ഒരാളുടെ ജീവൻ ആരെങ്കിലും രക്ഷിച്ചാൽ അത് മുഴുവൻ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ്. അപരൻ്റെ പ്രയാസങ്ങൾ അകറ്റുന്നതിനെ സംബന്ധിച്ച് സഹീഹുൽ മുസ്ലിമിൽ 2699 ഹദീസ് കാണാം. മൻ നഫ്സാൻ മുഹ്മിന് കുർബത്തൻ മിൻ കുർബിൻ ദുന്യ നഫ്സ അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുർബി യൗമിൽ ഖിയാമ.
ഒരു വിശ്വാസിയുടെ ഇഹലോകത്തെ പ്രയാസങ്ങളിൽ ആരെങ്കിലും അവനെ സഹായിച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ ദൂരീകരിക്കുന്നതാണെന്ന്. പിന്നെ നിങ്ങളുടെ വാദത്തിന് മറ്റൊരു ഇതാണ്, നമ്മുടെ സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു അവയവദാനം കൊടുക്കുന്നത് ഇസ്ലാം യാതൊരു തെറ്റും കാണുന്നില്ല. അത് തന്നെയാണ് ഫസ്റ്റ് ഞാൻ ഉദ്ധരിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നിങ്ങൾക്ക് മുമ്പിൽ സദഖത്തുൽ ജാരിയ 3 കാര്യങ്ങളിലൊന്ന്. പിന്നെ ഹൈറൻ നാസി അൻഫഉൻ ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമം മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുകയാണ്. പിന്നെ ഏതൊരു ചികിത്സയ്ക്കും അല്ലാഹു തആല ഉത്തമമായൊരു ശിഫ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചികിത്സ, ഒരു രോഗത്തിന് കൃത്യമായിട്ടൊരു ചികിത്സ ഉണ്ടാവും. ആ ചികിത്സ ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ അവയവം ദാനം ചെയ്യലാവും. അത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ഒരു യുദ്ധത്തിൽ അർഫജ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്ക് മുറിച്ച് മാറ്റുകയും വലിയ മൂക്ക് വെക്കുകയും അത് ഒരു സ്മെല്ല് വരികയും പിന്നെ അത് സ്വർണത്തിൻ്റെ മൂക്ക് വെക്കുകയും ഉണ്ടായത് ആ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ധാരാളം ചരിത്രം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു നൽകിയിട്ടുള്ള ശരീരം ഒരിക്കലും നാശത്തിലെത്തിക്കാൻ നമുക്ക് പാടുള്ളതല്ല. ദൈവിക സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ, അതായത് ഒരു വ്യക്തി ആവശ്യമൊന്നുമില്ലാതെ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള അവയവങ്ങൾ വെക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. ഞങ്ങൾ ഇവിടെ പറയുന്നത്, മംനൂ ആയിട്ടുള്ള ഒരാൾ കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ മംനൂ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ മാത്രമാണ് അയാളുടെ ജീവന് നിലനിൽക്കുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുൾത്തറ എന്ന് പറയും. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അവയവദാനം ഹലാലായിട്ടുള്ളത്. ഈ അവയവദാനം ഹലാലായിട്ടുള്ളതിൽ തന്നെ എക്സെപ്ഷൻ കേസ് ഉണ്ട്. കേവലം അവയവദാനം ഹലാലാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ അവയവം കൊടുക്കാം എന്നുള്ളതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിലുപരിയായിട്ട് ഒരുപാട് പണ്ഡിതന്മാരും മറ്റുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഫത്വ കൗൺസിൽ ഏത് തന്നെ സൗദി ആണെങ്കിലും OIS ഫിക്ക് കോൺഫറൻസ് ആണെങ്കിലും എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഡോക്ടർമാരുടെയും മറ്റുമൊക്കെയുള്ള നേതൃത്വത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യജീവന് നാശത്തിലേക്ക് എത്തിക്കാത്ത വിധത്തിലുള്ള അവയവദാനമാണ് ഹലാലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അവയവദാനങ്ങളിൽപ്പെട്ട ജീവിച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ മരിച്ചവർക്കും അല്ലെങ്കിൽ മസ്തിഷ്ക മരണം ബാധിച്ചവർക്കുമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് അവയവങ്ങളാണ് കൊടുക്കാൻ നൽകിയിട്ടുള്ളത്. അതിലുപരിയായിട്ട് അതും ഈ ഫത്വ കമ്മിറ്റി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരവയവവും ദാനം ചെയ്യൽ ഹറാമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം. ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെയും പണ്ഡിതന്മാരുടെയും ഐക്യത്തോടെയും അവരുടെ എല്ലാ കാര്യങ്ങളും യോജിച്ചിട്ടുള്ള അവരുടെ തീരുമാനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള കാര്യം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു യാഥാസ്ഥിതികവാദവുമായിട്ട് നടക്കുന്നത് ഇസ്ലാമിൽ തന്നെ ഇല്ലാത്തൊന്ന് തന്നെയാണ്. കാരണം ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്നുള്ളത് എല്ലാ കാലത്തിനും അനുയോജ്യമായിട്ടുള്ള, എല്ലാ കാലത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അതിനെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരാകരിക്കുന്നത് മൂലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അവസാനമായി ഇസ്ലാമിൽ അവയവദാനം അനുവദനീയമാണ് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രേഡിലേക്ക് ഈ ഒരു അവയവദാനം എന്നുള്ള ഒരു രീതിയൊക്കെ കടന്നു പോകുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ സംസാരത്തിലൂടെ നിങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഈ രീതിയൊന്നുമില്ലാതെ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ ആവശ്യമായ ഏത് നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ
ഏതൊക്കെ അവയവമാണ് നമുക്ക് നൽകാൻ സാധിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ രീതിയിലൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണ്. ഒരു മനുഷ്യനായി കണ്ട് തന്നെ മനുഷ്യനെ സഹായിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇസ്ലാമിൻ്റെ കരുണയും പ്രകടമാക്കുന്ന ഒരു ഉന്നത പ്രവർത്തനമായിട്ടാണ് ഈ അവയവദാനം എന്ന് ഇസ്ലാമിൽ കാണുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം ലഭിക്കുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അവനക്ക് ബാക്കിയാവുന്ന ഒന്നാണ് അവൻ്റെ ജാരിയായ സ്വതക്ക എന്നുള്ളത്. മറ്റൊരു മനുഷ്യനിലൂടെ അവൻ്റെ ഒരു അവയവം ജീവിക്കുക എന്നുള്ളത് അവന് കിട്ടുന്ന ഏറ്റവും മരണശേഷം അവന് കിട്ടുന്ന ഏറ്റവും ഒരു വലിയ ഉന്നതമായ ഒരു കാര്യമാണ് അവൻ്റെ അവയവം നൽകുക എന്നുള്ളതൊരു കാര്യം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാം എന്നും ലളിതമാണ്, സുന്ദരമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവ് അത് തന്നെയാണ്. ഒരു മനുഷ്യന് അത്യാവശ്യ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ അവനിക്ക് നമുക്ക് സഹായിക്കാം എന്നുള്ള രീതിയിലാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു വാസ്തവങ്ങളൊക്കെ നമ്മൾ മഖാസിദൊക്കെ എടുത്ത് നോക്കുകയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. വാഖിദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവസാനിപ്പിക്കാം. സമയം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.